അതായത് നവകേരള സദസ് എന്ന് പറയുന്നത് അതായത് ടോപ്പ് ടു ബോട്ടം അടി മുതൽ മുടി വരെ ദൂർത്തിനുള്ള ഒരു അരങ്ങൊരുങ്ങലായിരുന്നു. എന്താണ് നവകേരള സദസ് കൊണ്ട്? പേരിന് മാത്രം കുറെ പേരെ, അതായത് പൗരപ്രമുഖരെ, ഒരു പക്ഷേ ഒരു 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 CPM ഗവൺമെന്റിന് ഒരു കാരണവശാലും അരുതാത്ത ഒന്നാണ് പൗരപ്രമുഖരെ വിളിച്ചു കാണുക എന്നുള്ളത്. അവര് പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭരിക്കേണ്ടവരാണ്. അത്തരം ഒരു ഗവൺമെന്റ് പൗരപ്രമുഖരെ വിളിച്ചു വരുത്തി നവകേരള സദസ്സിൽ കണ്ടു. അതിനുവേണ്ടി അതായത് തദ്ദേശ സ്വയംഭരണ ഖജനാവിൽ നിന്ന് പണം ദൂർത്തടിച്ചത് പോരാ, ആ ദൂർത്തടിച്ചതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് തന്നെ അവരുടെ തനത് ഫണ്ട് എന്ന് വെച്ചാൽ അവരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ ജനസേവനത്തിന് വേണ്ടി പിരിച്ചെടുക്കുന്ന ഫണ്ടാണ് തനത് ഫണ്ട് എന്ന് പറയുന്നത്. ആ തനത് ഫണ്ടിൽ നിന്ന് ഒരു നല്ല വിഹിതം നവകേരള സദസ്സിന് വേണ്ടി മാറ്റിവെക്കുക. അതായത് സംസ്ഥാന ഗവൺമെന്റിനെ പോലെ അധികാരങ്ങളുള്ള ഒരു ഗവൺമെന്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. അവരോട് അവരുടെ തനത് ഫണ്ട് ചോദിക്കുന്നത് പോലും കുറ്റകരമാണ്. അതിന് യാതൊരു അവകാശവും സംസ്ഥാനത്തില്ല. എന്നിട്ട് അത്തരം തനത് ഫണ്ടാണ് ചോദിച്ചു വാങ്ങിയത്. അങ്ങനെ ദൂർത്തല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വായിച്ചതുപോലെ തന്നെ, അതായത് അവിടെ പോയത് ഒരു കാരണവശാലും ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാനോ ആ ആവലാതികൾക്ക് ഉത്തരം കൊടുക്കാനോ ആയിരുന്നില്ല. അവിടെ അത് ഒരു പുകമറ സൃഷ്ടിക്കലായിരുന്നു. അതായത് ഇത് ജനക്ഷേമത്തിന് വേണ്ടി വന്നിരിക്കുന്ന, അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരല്ലേ വിളിച്ചു വരുത്തേണ്ടത്? അവർക്കല്ലേ പ്രശ്നങ്ങൾ എഴുതി കൊടുക്കാനുള്ളത്? അതിന് പകരം പൗരപ്രമുഖരെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? അത് പാർട്ടി ഫണ്ടിന് വേണ്ടിയാണ്, തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി ഫണ്ടിന് വേണ്ടിയാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഒരു പക്ഷേ പാർട്ടി CPM എന്ന പാർട്ടിയിലേക്ക് നോക്കിയാലും വ്യക്തിപരമായ മന്ത്രിമാരുടെ അക്കൗണ്ടുകളിലേക്ക് നോക്കിയാലും ഒരു പക്ഷേ ഈ നവകേരള സദസ്സിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പക്ഷേ സാമ്പത്തിക വരവൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാരുടെ അക്കൗണ്ടിലൊന്നും ആയിരിക്കത്തില്ല ഫണ്ട് വന്നത്. PRD അക്കൗണ്ട്, PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇങ്ങനെ വരുന്ന ഫണ്ട് മുഴുവനും തന്നെ സ്വീകരിക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PRD അക്കൗണ്ട് പബ്ലിക് റിലേഷൻസ് അക്കൗണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് അക്കൗണ്ടബിൾ ആകണ്ട. എന്തെങ്കിലും കേസ് ED അന്വേഷണം ഒക്കെ വന്നാലും വ്യക്തിക്ക് പ്രശ്നമില്ല. അത് സർക്കാരിന്റെ PRD അക്കൗണ്ടാണ്. അത് കാരണം അപ്പൊ ആ അക്കൗണ്ടിലേക്കായിരിക്കണം പണം സ്വീകരിച്ചിരിക്കുക. അല്ലാതെ മന്ത്രിമാരുടെ പേരിലോ മുഖ്യമന്ത്രിയുടെ പേരിലോ ആയിരിക്കത്തില്ല ഫണ്ട് സ്വീകരിക്കുക. അതായത് നമുക്കറിയാം, സ്പോൺസർഷിപ്പിന്റെ ഫണ്ടൊക്കെ PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്വീകരിച്ചിരുന്നത് ഈ കേരളീയം നടത്തിയപ്പോ. അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ ഫണ്ടും PRD അക്കൗണ്ടിലേക്ക് തന്നെ പോയിരിക്കാനാണ് സാധ്യത. രണ്ടായാലും അഴിമതിയുടെയും ധൂർത്തിന്റെയും അങ്ങേ അറ്റത്തെ ആൾ രൂപം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ അന്ത്യം വരെ അവർക്ക് ധൂർത്ത് മാത്രമാണുള്ളത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുകയില്ല. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ജലസേചന വകുപ്പിലേക്കുള്ള അതായത് പറയാ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് ഭക്ഷ്യവകുപ്പിലേക്ക് പോവുക എന്ന രീതിയിൽ വകുപ്പുകൾ മാറി എത്തുക. പൊതുഭരണ വകുപ്പിന് ലഭിക്കേണ്ടത്, പൊതുമരാമത്ത് വകുപ്പിന് ലഭിക്കേണ്ടത് മാള പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. അതാ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതൊന്നും അവർ ആഗ്രഹിച്ച് ചെയ്തതല്ല. കുറെ കിട്ടി, അത് എങ്ങോട്ടെങ്കിലും പോസ്റ്റ് ചെയ്തു. അതിനൊന്നും പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയില്ല. അപ്പൊ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കാണേണ്ടത് അവിടെ ഭരണം ഉണ്ടായിരുന്നില്ല. അതായത് ഈ 2023-24 ബജറ്റ് അവതരണത്തിന് ശേഷം കേരളത്തിൽ ഭരണം ഉണ്ടായിരുന്നില്ല. ആ ഭരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് CAG റിപ്പോർട്ടൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് വരുമാന സംഭരണത്തില് ഗവൺമെന്റ് അങ്ങേയറ്റം ഫെയിലായി. ഇപ്പൊ ഇന്നലത്തെ പത്രക്കുറിപ്പില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ വെള്ളം, അതായത് ഈ മന്ത്രിമാരൊക്കെ താമസിക്കുന്ന ഭവനങ്ങള്, മണിമന്ദിരങ്ങളൊക്കെ മോശമാണ്, മരപ്പെട്ടിയുടെ മൂത്രം വീഴും വെള്ളം തുറന്നു വെച്ചാല് എന്ന് പറഞ്ഞു. പൊളിച്ചു പണിയട്ടെ, പൊളിച്ചു പണിയാനൊക്കെ ആയിരുന്നിരിക്കും. ഒരു പക്ഷേ ഇനിയും ആഡംബരം വേണമായിരുന്നിരിക്കും. എന്തായാലും തുടക്കത്തിലെ 1/2 കോടി രൂപ അനുവദിച്ച് കിട്ടിയെന്നുള്ളതാണ് മരപ്പട്ടി ഹണ്ടിങ്ങിന് എന്ന പേരിൽ. അതെ, അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞ ഈ മരപ്പട്ടിയെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? അതായത് പിന്നെ നമ്മുടെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഒക്കെ അടിച്ച് സമാധാനം നിലനിർത്തുന്നതും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ മരപ്പട്ടിയെ ഇതുപോലെ ഒരു അടി അടിക്കാത്തത്?
അതെ അതെ, സാധാരണക്കാരന് ഹണ്ടിങ്ങിന് മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഗൺമാനും പോലീസുകാരും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കും. പക്ഷെ മരപ്പട്ടി ഹണ്ടിങ്ങിന് എന്ന പേരിൽ കോടികൾ ചെലവഴിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ മരപ്പട്ടി ഇഷ്യൂ ഒക്കെ കൊണ്ടുവരുന്നത്. അതായത് ഇനി പുതിയ മന്ത്രിമന്ദിരങ്ങൾ ഉണ്ടാകണം. IASകാരും IFSകാരും IPSകാരും എത്ര മനോഹരമായിട്ടാണ് കേരളത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് LDF ഗവൺമെന്റിന്റെ കീഴിലെന്ന് നമ്മൾ വളരെ നാളുകളായിട്ട്, ഏകദേശം 8 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പൊ അവർക്കൊക്കെ പുതിയ മന്ദിരങ്ങൾ പണിയുക, അതിനുവേണ്ടി 100 കോടിയുടെ കല്ലിട്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിച്ചു തള്ളാനാണ് തോന്നുക. കാരണം ഇവര് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കേരളത്തിലുള്ള സാധാരണക്കാർ പിച്ചച്ചട്ടി എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ അവസ്ഥയിൽ എത്തിച്ചിട്ടും ഗവൺമെന്റിന് തൃപ്തിയായില്ല. ഇനി എവിടുന്നൊക്കെ മോഷ്ടിക്കണം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിച്ച് സ്വന്തം കീശയിലാക്കി അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും പാക്കറ്റ് മണിയുമായിട്ട് ഇതൊക്കെ ഇവരുടെ സാധാരണക്കാരുടെ മുമ്പിലെത്തും. അപ്പോൾ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ അവരുടെയൊക്കെ വോട്ട് LDFന്റെ പാക്കറ്റിൽ വീഴും. അങ്ങനെ ജയിക്കാമെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളം, സാക്ഷര കേരളം യുക്തിസഹമായി ചിന്തിക്കുമെങ്കിൽ ഇനി ഒരിക്കലും CPM ഭരണത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ്. സാധാരണക്കാരൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് ശ്രീമതി മേരി ജോർജും വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ്. വളരെയധികം നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിന്.